നമസ്കാരം. കർക്കിടക മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം നിറഞ്ഞ സമയം കടന്നു വരാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമങ്ങൾ, കഷ്ടതകൾ അനുഭവിച്ച് നിൽക്കുന്നതായ ഒരു സമയമോ അത്തരത്തിൽ ചില ദുരിതങ്ങൾ അനുഭവിച്ച് നിൽക്കുന്നതായ സമയമോ ആകാം. ചില പ്രയാസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ സാധിക്കാതെ പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ നേരിട്ട് നിൽക്കുന്നതായ സമയമോ അല്ലെങ്കിൽ മനസ്സിൽ വളരെയധികം ക്ലേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ സമയമോ ആണ്. ചില കാര്യങ്ങൾ ആലോചിച്ച് വിഷമങ്ങൾ മനസ്സിലുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പല വ്യക്തികളുടെയും ഉപദേശം മൂലം നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേർന്നു എന്നും വരാം. അതിനാൽ അത്തരം വ്യക്തികളുടെ ഉപദേശങ്ങൾ അത് ശരിയാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വാഹനം, അത്തരം കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ആദായം, ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് പോലും ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ആദായം വന്നു ചേരാം. കൂടാതെ ലാഭകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാനോ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ശ്രദ്ധയോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ പലവിധ അപകട സാധ്യതകളും പലവിധ ദുരിതങ്ങളും കഷ്ടതകളും വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. പൂയം നക്ഷത്രക്കാർക്കും മനസ്സിൽ വളരെയധികം വിഷമം തങ്ങി നിൽക്കുന്നതായ ഒരു സമയമാകുന്നു. പരിഹരിക്കുവാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ മനസ്സിലോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ധനക്ലേശം മാത്രമല്ല, പല രീതിയിലുള്ള വിഷമങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. ചില തിരിച്ചടികൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് പറയാം. അത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇവർക്ക് പരിഹാരങ്ങൾ വന്ന് ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് പറയാം. മുൻ വേതനത്തിന്റെ ബാക്കിയോ കടത്തിന്റെ ബാക്കിയോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള ധനത്തിന്റെ ഒരു അംശമെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. വളർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്ന് പറയാം. നവീകരണം ഫലം കണ്ടു തുടങ്ങും. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇളവുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ചില അനുമതി പത്രങ്ങൾ ലഭിക്കാം. കൂടാതെ ഈ സമയം അനാവശ്യമായ ആദി ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ഈശ്വര ചിന്തകൾ മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോവുക. സുഹൃത്തുക്കളുടെ സംയോജിതമായ പിന്തുണകൾ അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക, സന്തോഷ വാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. പേരക്കുട്ടികളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പാരിതോഷികങ്ങൾ ലഭിക്കുക, വാഹനം വാങ്ങുവാൻ സാധിക്കുക, ഭൂമി
അല്ലെങ്കിൽ വീട് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക. പണിയുമായി ബന്ധപ്പെട്ട്, അതായത് വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില തർക്കങ്ങൾ, തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക. അത്തരം ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമോ അല്ലെങ്കിൽ അത്തരം ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ചില ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് നിറവേറപ്പെടുന്നില്ല എന്നത് നിങ്ങളുടെ വിഷമത്തിന്റെ ആക്കം കൂട്ടുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പ്രധാനമായും കർക്കിടക മാസത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ ഈ മാസം നിങ്ങൾക്കുണ്ട്. അത് നിറവേറപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിൽ ചിലതെങ്കിലും നിറവേറപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അധ്വാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ, ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തൊഴിലുകൾ തുടങ്ങുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ അത്ര ശുഭകരമല്ല. അല്പം കൂടി കാത്തിരിക്കുന്നതാണ് ഉത്തമം. വാഹനം, ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഈ സമയം ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ആസൂത്രണത്തോടെ പ്രവർത്തിക്കുകയും നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. സ്ഥാനോന്നതി ലഭിക്കാം. അധിക വരുമാനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ പ്രേരണയാൽ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അതിൽ ചിലത് നഷ്ടം സംഭവിക്കാം. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ മാസം ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. തിരുവോണ നക്ഷത്രക്കാർ പലവിധ പ്രതിബന്ധങ്ങളിലൂടെ കടന്ന് വരുന്ന നക്ഷത്രക്കാരാണ് എന്ന് പറയാം. ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. അത് ഇവരുടെ മുഖത്ത് നിഴലിക്കുന്നില്ല എങ്കിൽ പോലും മനസ്സിൽ അത് കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികവും മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വേണ്ടപ്പെട്ടവരുമായ ചില പ്രശ്നങ്ങൾ, അത്തരത്തിൽ ചില ആശങ്കകളും ഇവരുടെ മനസ്സിലുണ്ട്. പലവിധ പ്രശ്നങ്ങളുണ്ട് എന്ന് നിസ്സംശയം പറയാം. അതിൽ ചില പരിഹാരങ്ങളാണ് ഈ മാസം ഇവർ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അതിൽ ചിലത് ഇവർക്ക് അനുകൂലമാകാം. ചില പ്രതിബന്ധങ്ങൾ അത് എത്ര ശക്തമാണ് എങ്കിലും മറികടക്കുവാൻ സാധിച്ചു എന്ന് വരാം. യാഥാർത്ഥ്യം പലതും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ടും അല്പം ഉയർച്ച പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി അത്ര ശുഭകരമാകണം എന്നില്ല. അതിനാൽ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം വർദ്ധിക്കുന്ന സമയമാകുന്നു. എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. വായ്പകൾ ഒരു പരിധിവരെ പരിഹരിക്കുകയോ സമയം നീട്ടിക്കിട്ടുകയോ ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ആശ്വാസം വന്നു ചേരാം. മേലധികാരികളുമായി ബന്ധപ്പെട്ട് പിന്തുണ, അഭിനന്ദനങ്ങൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരും. ഔദ്യോഗികപരമായ കാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും. കള്ളം പറയാനോ പ്രവർത്തിക്കുവാനോ സാഹചര്യം ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു. ഈ സമയം അനുരഞ്ജനത്തിൻ്റെ വഴി സ്വീകരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക. വിനോദങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും സമയം നീക്കി വയ്ക്കുവാൻ സാധിക്കും. വാഹനം അല്ലെങ്കിൽ പല കാര്യങ്ങളും വാങ്ങുകയോ
അല്ലെങ്കിൽ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇരട്ടി ചെലവുകൾ വരികയും ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മനസ്സിൽ ഉള്ള ചില വിഷമങ്ങൾ അത് ഇവരുടെ മുഖത്ത് പ്രകടമായി തുടങ്ങുന്ന സമയമാണ് എന്ന് പറയാം. പല കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ. പലപ്പോഴും തർക്കങ്ങൾ വന്നു ചേരുന്നു. മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. സാമ്പത്തികപരമായി പ്രതീക്ഷിച്ച മുന്നേറ്റമില്ല. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്നില്ല. അത്തരത്തിൽ വളരെ വിഷമങ്ങൾ ഇവർക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് എന്ന് പറയാം. പല കാര്യങ്ങളും വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചു എന്ന് വരാം. അത് വീടോ സ്ഥലമോ അല്ലെങ്കിൽ വാഹനമോ അത്തരം കാര്യങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അത് വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. സാമ്പത്തികപരമായി അല്പം ആശ്വസിക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് പറയാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പണം പല കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ധനവരവ് അത്ര മോശമാകണം എന്നില്ല. സത്യാവസ്ഥ ബോധിപ്പിച്ചാലും പല കാര്യങ്ങളും പലരും വിശ്വസിക്കാത്തതായ അവസ്ഥ, നിസ്സഹായരായി പോകുന്ന അവസ്ഥ ഉണ്ടാകാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അംഗീകാരങ്ങൾ തേടിയെത്തി എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനവരവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. മേലധികാരികളും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വിദേശ യാത്രയ്ക്കായി പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ സാഹചര്യം അനുകൂലമാവുകയോ ചില തടസ്സങ്ങൾ ഒഴിയുകയോ ചെയ്യാവുന്നതുമാണ്. എന്നാൽ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങളിലാണ്. ആരോഗ്യ കാര്യങ്ങൾ അല്പം മോശമാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരും. എങ്കിലും അതിൽ തളർന്ന് ഇരിക്കുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കുടുംബകാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക.